ഇനി പയ്യെ കണ്ണു തുറന്നു. ഞാൻ മനസ്സിലാക്കിയത് എല്ലാ റൈറ്റേഴ്സിനും അഭിനയിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ആണല്ലേ, അവർക്ക് ആ കഥാപാത്രമാവാൻ എളുപ്പമായിരിക്കും. ജൂനിയർ NTRന്റെ ഒരു സിനിമ, തെലുങ്ക് സിനിമ, ഇപ്പം കഴിഞ്ഞോന്ന് എനിക്കറിയില്ല, കഴിഞ്ഞ വർഷം വിളിച്ചതാ. അതില് എന്നെ വില്ലനായിട്ട് വിളിച്ചായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് പോയില്ല? പക്ഷെ അവർക്ക് 6 months ഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി കമ്മിറ്റഡ് ആയിരുന്നു. അപ്പൊ ഇദ്ദേഹം എന്തായാലും എനിക്ക് എന്താണ് ഒരു നല്ല ക്യാരക്ടർ തരുന്നതിനേക്കാളും ഉപരി വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ ആയിരുന്നു. മാളികപ്പുറത്തിലൊരു ടൈപ്പ്, ആനന്ദ് ശ്രീവാളിലൊരു ടൈപ്പ്. ഇത് ഡെഫിനറ്റ്ലി ഇത് രണ്ടും പോലത്തെ ഒരു ക്യാരക്ടർ എന്തായാലും പ്ലേസ് ചെയ്യില്ല. തൈച്ചേട്ടൻ ഇൻഡിപെൻഡന്റ് ഹീറോ ആയി വരുന്ന സിനിമകൾ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. കാരണം എനിക്ക് നാളെ ചേട്ടാ എനിക്കൊരു പടം വേണം എന്ന് പറഞ്ഞ് എനിക്ക് ധൈര്യമായിട്ട് എപ്പോഴും പെർമിഷൻ ചെല്ലാൻ പറ്റുന്ന. ഇത് അഭിലാഷ് പറഞ്ഞു, ഞാൻ മാളികപ്പുറത്തിന്റെ സമയത്ത് പറഞ്ഞു, അഭിലാഷ് എന്തെങ്കിലും എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അല്ല, അത് തീർച്ചയായിട്ടും സംഭവിക്കും. തൈച്ചേട്ടൻ ഈ ആട്ടി കൊള്ളുന്ന ഒരു സീനുണ്ട് മാളികപ്പുറത്തിലെ. ഏറ്റവും ഞാൻ എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് സ്വന്തമായി കരഞ്ഞു പോയൊരു ഫീൽ ഉണ്ടായ ഒരു സീനാണ്. ഈ മനുഷ്യൻ, ഈ സൈക്കോ മനുഷ്യൻ തിയേറ്ററിന്റെ പറയപ്പെട്ട് പുറത്ത് CCTV നോക്കും, ആ സീനി കരയുന്നുണ്ടോ, ഏതാതെ കരയുന്നേ. അങ്ങനെ സെൽഫി ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. പുറകിൽ നിന്ന് 2 കൈകൾ വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. അപ്പം നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ വളകളുള്ള കൈകളാണ്. അപ്പം ഏതൊരു അമ്മയാണ്, അമ്മയുടെ കൈയാണ്. അപ്പൊ വ്യക്തമായിട്ട് ഞാൻ കേട്ടു, ഇനി ഇങ്ങനെ ചെയ്യല്ലേ, ഇതാണ് അവർ പറഞ്ഞെന്ന് തോന്നുന്നു. അത് അത്ര വ്യക്തമല്ല, ചില ഒരു ഇങ്ങനെ വിതുമ്പിയാണ് പറഞ്ഞത്. തൈച്ചേട്ടൻ ഒരു മെസ്സേജോ കോളോ എന്തോ വന്നിരുന്നു, സൂസൈഡ് ചെയ്യാൻ പോകുന്ന. ഞാൻ അജയനെ പോലെ തന്നെ ഒരു കടുങ്കൈ ചെയ്യാൻ വേണ്ടി വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ മനസ്സ് മാറി. ഞാൻ ഇനി ഒരിക്കലും അത് ചെയ്യില്ല. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഞാനിവിടെ നമ്മൾ തമ്മിലുള്ള റിലേഷനൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവരെപ്പോഴും പറയും, ചേച്ചി പിന്നെ സൈജു കുറുപ്പിന് ഭയങ്കര, ഞാനൊരു ദിവസം പറഞ്ഞില്ല ഇങ്ങനെ കേട്ടു, സൈജു എപ്പോ വിളിച്ചാലും ഫോൺ എടുക്കില്ല, ഭയങ്കര ജാടയാണ് ചേച്ചി സൈജു കുറുപ്പ് എന്നൊക്കെ ഇവിടെ ഉള്ളവർ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ വേറെന്ന് പറയണമെന്നറിയോ, ചേച്ചി ഞങ്ങൾ 2 വർഷമായി സൈജു കുറുപ്പിന്റെ ഹോം ടൂർ എടുക്കാനായിട്ട് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കണം, ഇതുവരെ നടക്കില്ല ചേച്ചി, ഇല്ല. അതെ, അത് പക്ഷെ നമുക്ക് TV കൂടെ ഒന്ന് പറയാം, പേഴ്സണൽ ആയിട്ടല്ലേ പറഞ്ഞിട്ടുള്ളൂ. എന്താ സംഭവിച്ചാൽ ഈ കോവിഡ് സമയം തൊട്ട് ഒരുപാട് കോൾസ്, അപ്പൊ നമ്മള് എല്ലാ നമ്പേഴ്സും കൊടുക്കും. പ്രശ്നം വെച്ചാൽ നമുക്ക് എന്താണ് പരിചയമില്ലാത്ത ആൾക്കാരെ നമ്മളെ വിളിക്കുന്നത്, നമ്മുടെ സിനിമയെ പറ്റി പറയുന്നത്, അതൊക്കെ നമുക്ക് ഇഷ്ടമാണ്. ഈ സെൽഫി വീഡിയോ വിഷസ് ഉണ്ട്. എന്റെ പെങ്ങടെ മകന്റെ ബർത്ത്ഡേ ആണ് ഇതൊക്കെ പറഞ്ഞിട്ട് അത് എല്ലാ ദിവസവും ഒരു 5-6 റിക്വസ്റ്റ് വരുന്നു. അപ്പൊ ആദ്യമൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു. പിന്നെ ചില സ്ഥലപ്പേരുകളൊക്കെ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഇവരൊരു വലിയ ഒരു ഇതാ എഴുതി തരുന്നത്, സ്ക്രിപ്റ്റാണ് ഇവര് നമ്മൾ പറയേണ്ട ഡയലോഗ് എഴുതി തരുന്നത്. ഇത് പറയല് ഒന്നാമത് എനിക്ക് മെമ്മറി ഇല്ല, ഇതൊന്നും ഓർത്തു വയ്ക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു ലൈനിന്റെ ഒക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷെ ഇപ്പൊ ഒരു ലൈനും ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പം രമ്യ എന്നോട് നാളെ വിളിച്ചിട്ട് പറയാണ്, എനിക്ക് വീഡിയോ വിഷു തരുന്നതിന് പ്രശ്നമൊന്നുമില്ല, മനസ്സിലായി, പക്ഷെ ഒരാൾക്ക് വേണ്ടി ചെയ്താ ഇതിപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയല്ലല്ലോ, ഇത് നമ്മൾ എവിടെയെങ്കിലും പബ്ലിഷ് ചെയ്യുമല്ലോ. അപ്പൊ പിന്നെ അവിടെ വേറൊരാള് കണ്ടിട്ട് അവിടെ കൊടുത്തു നമുക്ക് തന്നില്ല എന്നുള്ളൊരു സാധനം വരാതിരിക്കാണ് പിന്നെ ഞാൻ ചെയ്യാത്ത. അപ്പൊ ആ ഒരു വീഡിയോ വിഷ് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് നോ പറയാൻ ഭയങ്കര പ്രയാസം ഇവരോട്. എന്നുള്ളതാണ്. പിന്നെ അതിന്റെ അകത്ത് ഇപ്പൊ എനിക്ക് മനസ്സിലാവുകയാണ്, ഇപ്പൊ നമുക്ക് പരിചയമുള്ള ആൾക്കാരെ നമ്മളൊക്കെ നമ്പറില്ല, പക്ഷെ ട്രൂ കോളറിൽ ആ നമ്പർ കാണുവാണെങ്കിൽ പരിചയമുള്ള ആളാണെങ്കിൽ ഞാൻ എടുക്കും. ഓക്കെ. പിന്നെ ഇൻഡസ്ട്രിയിൽ ഒരിത്തിരി പോലും ജാട എന്തെന്ന് പോലും അറിയില്ലാത്ത ഒരു വ്യക്തിത്വം കൂടെയാണിത്. ഒരു രീതിയിലും ജാട ഉണ്ടെന്ന് തോന്നുന്നില്ല, അങ്ങനെ ഒന്നുമല്ല. അപ്പൊ എന്തൊക്കെയോ സാഹചര്യങ്ങളുടെ ഇത് കാരണം നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടാത്തതാണ്. പക്ഷെ എന്തായാലും സൈജുവിന്റെ ഹോം ടൂറിന് സൈജു റെഡിയാണ് അല്ലേ? അപ്പൊ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് സൈജുവിന്റെ വീട് നല്ല ഭംഗിയാണ് കേട്ടാ, നല്ല ഫ്ലാറ്റ് ആണ്, നല്ല ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് സൈജുവിന്റെ ഇൻവോൾവ്മെന്റും കാര്യങ്ങളൊക്കെ തീരെ കുറവാണ്, ഒക്കെ അനുവിന്റെ സൈഡാണ്. പക്ഷെ നല്ല ഭംഗിയായിട്ട് നല്ല ചന്തമുള്ള ഒരു വീടാണ് സൈജുവിന്റെ. അപ്പൊ അത് ഞങ്ങൾ ഉടനെ തന്നെ വരും കാണാനായിട്ട്. സൈജുവിനെ പറയുമ്പോഴേ ഇനി നമ്മുടെ അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത്, സൈജു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ
ഒരു മൊരടനാണോ? ഒരു മൊരടൻ, ഒരു റഫ് ആയിട്ടുള്ള ഒരാളാണല്ലോ. ഭയങ്കര അങ്ങനെ അത്ര ഫ്രണ്ട്ലി ഒന്നും അല്ല, തമാശ പറയില്ല. ഇങ്ങനെയൊക്കെ ഒരു പൊതുവെ ഒരു ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് സൈജു കുറുപ്പ് അങ്ങനെയുള്ള ആളല്ല. നല്ല ഫൺ ഇഷ്ടപ്പെടുന്ന, തമാശ പറയാൻ ആഗ്രഹിക്കുന്ന, തമാശ ഇടയ്ക്കൊക്കെ പറയുന്ന ഒരാളാണ് എന്ന് നമുക്കൊന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഓരോരോ പിക്ചർ കാണിക്കും. അപ്പൊ ആ പിക്ചറിൽ സൈജു അതിന്റെ പിന്നിലുള്ള കഥകളെല്ലാം അറിയണ്ടേ? അത് ഏത് സിനിമയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഇതൊന്നാണോ? ഇത് നമ്മുടെ തൊണ്ടിമുതലും ദൃക്സാക്ഷിയും. കിട്ടി, മനസ്സിലായി. ബാംഗ്ലൂർ ഡേയ്സ്. ഓ നേരം 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 സോറി, നേരോ? നേരം. ഓ ഇത് നമ്മുടെ മാരുതി. മാരുതി എന്തോ മാരുതി എന്ന് പറഞ്ഞിട്ടായിരുന്നു. എന്തോ മാരുതി, മഹേഷ് മാരുതി. അതന്നെ. യെസ്. ഏതാ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവര്. കിട്ടിയില്ലേ? കള്ളൻ ATM പോയി പൈസ. റോബിൻഹുഡ്. റോബിൻഹുഡ്. ഓക്കേ ഓക്കേ. ഓ പ്രേമം. പ്രേമം. ഇത് നമ്മുടെ ഇത് ചാക്കോ ഓട്ടോക്കാരനായിട്ട് അഭിനയിച്ചേ. അതേതാ അത്? ജമുന പ്യാരി. ജമുന പ്യാരി. ഇവിടുന്ന് ക്യാമറ എന്നുള്ള ആൾക്കാർ പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചോളൂ അല്ലേ? ഇത് ദോശ. ദോശ. നമ്മുടെ എറണാകുളത്ത് എത്ര വെറൈറ്റി ദോശ വേണം? കമ്പത്തൻ അതന്നെ അല്ലേ? ഇത് റൺ ബേബി റൺ. ഇത് മറ്റേ റിംഗ് മാസ്റ്റർ, ഭാഗ്യദേവത. എല്ലാ സിനിമയും കാണാറുണ്ടോ? മനസ്സിലായി. ദേവൊന്ന് പരിപ്പോടാ. പരിപ്പോടെ നവ്യം ദിലീപേട്ടനോ? ഏതാ? അതേതാ സിനിമയില സൈജു? പരിപ്പുവട. ഇത് തെറ്റാണത്. തെറ്റാണോ? പരിപ്പോട ആകുമ്പോഴല്ലത് കല്യാണരാമൻ. അല്ല. നിങ്ങൾക്ക് എവിടെ ജീവിക്കാനായിരുന്നു ഇഷ്ടം? ഞാൻ ക്ലൂ തരാം. സൈജുവിന് എവിടെ ജീവിക്കാനായിരുന്നു ഇഷ്ടം? പട്ടണത്തിൽ സുന്ദരൻ. ഇത് പ്രേമലു അല്ലേ? അല്ല. പ്രേമലു ദിനങ്ങൾ, പ്രേമലു, ശരണ്യ, സൂപ്പർ ശരണ്യ. ഇതില് മൂന്നിലാണ് ഇവര് മൂന്നുപേരും. സൂപ്പർ ശരണ്യ. സൂപ്പർ ശരണ്യ. ഗ്രേറ്റ് ഫാദർ. ഗ്രേറ്റ് ഫാദർ. ഇത് സൈജന്റെ ചെവിക്ക് ഭയങ്കര ഷാർപ്പല്ലേ? ഇവിടെ എനിക്ക് പറഞ്ഞു തരുന്ന ആൻസേഴ്സ് ആണ് സൈജു കേൾക്കുന്നത്. ഇതേതാ സൈജു? നമിതയും. വെള്ളം വെച്ചിട്ടുണ്ട്. ഇതേതാണ്? വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണേ അതാണോ? തേക്കുന്ന പാട്ടുള്ള ആ സിനിമയല്ലേ? റോൾ മോഡൽ. റോൾ മോഡൽ. പക്ഷെ അത് ഈ പിക്ചർ കൊടുത്തിരിക്കുന്നത് ഇത് എന്താണ്? ഈ സ്ട്രോയും അതിനകത്ത് എന്താ വെള്ളം കുടിക്കണേ? അതിനകത്ത് എപ്പോഴും എത്ര ലിറ്റർ വെള്ളം കുടിക്കണമെന്ന് ഫഹദ് പറയുന്നില്ലേ? അതിനകത്ത് ആദ്യം ഇങ്ങനെയല്ലേ, നിങ്ങൾ ഇന്ന് എത്ര ലിറ്റർ വെള്ളം കുടിച്ചു, അതുപോലെ മോനെ ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണം. അതാണ് അതിനകത്ത് ഹൈലൈറ്റ് പറയുന്നുണ്ട്. അത് വെച്ചിട്ട് റിലേറ്റ് ചെയ്തതാ. കഴിഞ്ഞു. ഇതിനകത്ത് നിന്നും സൈജു എന്നുള്ള ഫണ്ടിനെ എങ്ങനെ നമ്മൾ ഇതെടുത്തു? സൈജുവിന് ഞാൻ പറയട്ടെ, ഒരുപാട് ഇപ്പം നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഇന്നിപ്പോൾ സൈജുവിൻ്റെ ഇന്നത്തെ ഈ ഒരു ഔട്ട്ഫിറ്റും ഇന്നത്തെ ഈ ഒരു ഹെയർ സ്റ്റൈലും ഇതൊക്കെ യൂഷ്വലി സൈജുവിൽ കാണുന്നത് പോലെയല്ല. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ലൊരു ലുക്കിലാണ് ഇന്നിപ്പോൾ സൈജു വന്നിരിക്കുന്നത്. ശരിക്കും ഒരു നല്ലൊരു വില്ലൻ്റെ, നല്ല സ്ട്രോങ് വില്ലൻ്റെ ലുക്കൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ അങ്ങനെ ഒരു താല്പര്യം സൈജുവിന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യണം. അതെ, എന്നാലും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളത്, നല്ലൊരു നെഗറ്റീവ്, അഡാർ നെഗറ്റീവ് എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടോ? ഈ അഡാർ നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഈ ആക്ച്വലി മാസ് മൂവീസ് ഉണ്ടല്ലോ, മാസ് ഹീറോസിന്റെ മാസ് മൂവീസ്, അതിന്റെ അകത്ത് വരുന്ന വില്ലന്മാർക്കാണ് അങ്ങനത്തെ ഒരു ഇത് കിട്ടുന്നത്. അതെ. അപ്പൊ എനിക്കറിയില്ല, അങ്ങനത്തെ ഒരു ചെയ്യാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഇതുവരെയായിട്ട് അങ്ങനെ വന്നിട്ടില്ല. എനിക്ക് ഇതില് ഇപ്പം ഈ ജൂനിയർ NTRന്റെ ഒരു സിനിമ, തെലുങ്ക് സിനിമ, ഇപ്പം കഴിഞ്ഞോന്ന് എനിക്കറിയില്ല, കഴിഞ്ഞ വർഷം വിളിച്ചതാ. അതില് എന്നെ വില്ലനായിട്ട് വിളിച്ചായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് പോയില്ല? പക്ഷെ അവർക്ക് 6 months ഡേറ്റ്സ് ഉണ്ട്. ഞാൻ ഓൾറെഡി കമ്മിറ്റഡ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് 3-4 പടങ്ങള് എല്ലാം ഞാൻ ലീഡ് റോളിലുള്ള പടങ്ങളായിരുന്നു. അത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോസ്റ്റ്പോൺ ചെയ്യായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ എല്ലാം ഡെബ്യൂട്ടൻസ് ആണ്.
ഇവരുടെ അച്ഛനും അമ്മയും എല്ലാരും കാത്തിരിക്കുകയാണ് ഈ പടം നടക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ പിന്നെ തെലുങ്കൂടെന്നും പറഞ്ഞോണ്ട് പോയാല് ശരിയാവില്ല. ഇത് നമുക്കത് മാറ്റി വെക്കാവുന്നതായിരുന്നു, പക്ഷെ അതുകൊണ്ട് ഞാൻ പിന്നെ മാറ്റിയില്ല. ആരെയും അധികം വേദനിപ്പിക്കാത്ത ഒരാളാണ് സൈജു. അതുകൊണ്ട് തന്നെ ഇത്രയും പേരെ നമ്മൾ ഇതാക്കിയിട്ട് വേണ്ടല്ലോ എന്നുള്ള ഒരു ഇതിൽ അങ്ങ് മറ്റേത് വേണ്ട എന്ന് വെച്ചു അല്ലെ. ഇനി സൈജുവിന്റെ തന്നെ പ്രൊഡക്ഷൻ കമ്പനിയിൽ ഒരു പുതിയ സിനിമ ഇനി വരാൻ പോവുകയാണ്. വളരെ പ്രതീക്ഷയോടെ സൈജുവിന്റെ കുടുംബവും സൈജുവും നിങ്ങൾ ആ സിനിമ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വേറിട്ട പേരോടുകൂടി ഒരു സിനിമ ഭരതനാട്യം. നമുക്ക് അതിനെ കുറിച്ചും കൂടെ പറയാം. സൈജു, ശരിക്കും ഭരതനാട്യം എന്ന് പറയുമ്പോൾ അത് ഫുൾ ഡാൻസ് ബേസ് ചെയ്തിട്ടുള്ള മൂവിയാണോ? സൈജു അതിനകത്ത് അതിനു വേണ്ടിയിട്ട് ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? എന്താണ് ഭരതനാട്യം? ഞാൻ ഒരു ക്രാഷ് കോഴ്സ് ചെയ്തായിരുന്നു, ക്ലാസിക്കൽ. കള്ള എവിടെ എന്താ ഡാൻസിൽ ഭരതനാട്യത്തിൽ ഒരു മുദ്ര കാണിച്ചേ? ഇതൊരു മുദ്രയല്ലേ? അതെ, മുദ്രയുടെ പേര് പറയോ? അതൊന്നും അറിയില്ല. അതൊന്നും ആവശ്യമില്ല. സിനിമയില് മുദ്രയുടെ പേര് അല്ല, ക്രാഷ് കോഴ്സിനൊക്കെ പോയപ്പോ അത്രയൊക്കെ പഠിച്ചോന്ന് അറിയാനാ ചോദിച്ചത്. വേറെ മുദ്ര അല്ല, അത് ആക്ച്വലി സസ്പെൻസ് ആണ്. ഭരതനാട്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു പടം, അപ്പം പുള്ളിക്ക് അറിയാം എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടിട്ട് ഒരു പറ്റിയ കഥയൊക്കെ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണ്, ഒരു പറ്റിയ പാർട്ട്ണർ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നുള്ളത്. അപ്പൊ ചോദിച്ചു എന്താണ് ടൈറ്റില്? ഞാൻ പറഞ്ഞു ഭരതനാട്യം. കൊള്ളടാ, ഭരതനാട്യം എന്നുള്ള പേരും നിന്റെ മുഖവും കറക്റ്റ്. അപ്പൊ ഇത് ബേസിക്കലി ഒരു ഫാമിലി കോമഡി ഡ്രാമയാണ്. ഒരു ഭയങ്കര എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സും ഒക്കെ ആയിട്ട് ഒരു, ഇപ്പം ഞാൻ ഒരു 150 പടങ്ങൾ കഴിഞ്ഞു. ഞാൻ പക്ഷെ ഡിസൈഡ് ചെയ്തത് ഇങ്ങനത്തെ ഒരു പടമാണ്. അതായത് നമ്മുടെ കയ്യിൽ ഒതുങ്ങണം, അങ്ങനത്തെ ഒരു ബഡ്ജറ്റഡ് പടമായിരിക്കണം. രണ്ടാമത്തത് എനിക്ക് ഭയങ്കര സിങ്ക് ആയിട്ടുള്ളൊരു ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറിന്റെ കൂടെ എനിക്ക് കോ പ്രൊഡ്യൂസ് ചെയ്യാനായിരുന്നു. വെച്ചാൽ എനിക്ക് പ്രൊഡക്ഷനിലെ ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയില്ല, എനിക്കറിയാവുന്ന 10%. അപ്പം ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ആണെങ്കിൽ നമ്മൾ സൈഡിൽ നിന്നാ മാത്രം മതിയല്ലോ. ഓക്കെ, അങ്ങനെ ഒരു കംഫർട്ട് സോൺ നോക്കിയിട്ടാണ്. അങ്ങനെ ഒരു കംഫർട്ട് സോണിലാണ് എനിക്ക് തോമസ് ചേട്ടനുമായിട്ട്, തോമസ് തിരുവല്ല ഫിലിംസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ കോ പ്രൊഡ്യൂസർ ആയിട്ടാണ് ഞാൻ. തോമസ് ചേട്ടനായിട്ട് മഹ്മൂദ് മൂസ ചെയ്തു. അപ്പൊ അന്നാണ് ഞാൻ പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പാപ്പച്ചനുള്ളിലാണെന്ന് പറഞ്ഞ ഞാൻ അഭിനയിച്ച സിനിമ അദ്ദേഹമാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ഇത് ഭയങ്കര ഒരു കണക്കിനൊരു ലക്കാന്ന് പറയാം ഈ സിനിമ തോമസ് ചേട്ടൻ്റെ എത്തുന്നത്. ഞാനും ഫാമിലിയും കൂടെ ദുബായിൽ ഒരു വെക്കേഷന് പോയപ്പോഴത്തേക്കും തോമസ് ചേട്ടൻ അവിടെയാണ് ബേസ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹം ലഞ്ചിന് വേണ്ടി ഞങ്ങളെ വിളിച്ചു. അപ്പൊ ഞാൻ കഴിഞ്ഞ ജൂലൈയിൽ ഓസ്ലർ തൃശ്ശൂർ ചെയ്യണ സമയത്ത്, ആ സമയത്താണ് കൃഷ്ണദാസ് വന്നിട്ട് എന്നോട് ഈ കഥ പറയണത്. അപ്പം ഈ ഓസ്ലർ കണ്ടുണ്ടോ? ഓസ്ലറിൽ ഞാൻ ഊമയാണ്, അപ്പൊ എനിക്ക് ഡയലോഗ്സ് ഒന്നുമില്ല. അപ്പൊ അത് തന്നെ എനിക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അന്ന് കുറച്ച് സ്റ്റോറീസ് കേട്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഒന്നാണിത്. ഇനി നമുക്ക് സൈജുവിന്റെ സുഹൃത്ത് ബന്ധങ്ങളെ കുറിച്ചും കൂടെ പറയാം. സൈജുവിന്റെ എപ്പോ വിളിച്ചാലും വരാൻ പറ്റുന്ന സൈജുവിന്റെ സുഹൃത്തുക്കൾ ആരൊക്കെയായിരിക്കും? അതെന്റെ ഭർത്താവ്. അതെ അതെ, ഞാൻ ഏറ്റവും ആദ്യം ഞാൻ അദ്ദേഹത്തിനെ വിളിക്കുന്നത്. അപ്പം ഏത് സമയം വിളിക്കാൻ പറ്റുന്ന ഒരാളാണ്. രണ്ടാമത്തത് എന്റെ സിനിമയിൽ ഇല്ലാത്ത ഒരാളാണ് രതീഷ് നായർ എന്ന് പറഞ്ഞ എന്റെ നാഗ്പൂരിൽ ഞങ്ങൾ ഒരുമിച്ച് ജൂനിയർ കോളേജിൽ ഉണ്ടായിരുന്നതാണ് ആ സുഹൃത്ത്. ഒരുപക്ഷെ ഞാൻ എന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടോ അതിനേക്കാളും കൂടുതൽ അവൻ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നലുണ്ടാക്കിയത് എന്ന് ഇപ്പോഴൊന്നും അല്ല. 11th 12th ഞങ്ങൾ പഠിക്കുമ്പോഴേ അങ്ങനത്തെ ഒരു തോന്നൽ എനിക്ക് വന്നതാണ്. ഇവൻ പാവം, ഞങ്ങൾ താമസിച്ചിരുന്ന ഒരു ഹില്ലിലാണ്, സെമിനറി ഹിൽസ്. അവിടെ സെമിനറി ഉണ്ടായിരുന്നു. അതുകൊണ്ട് സെമിനറി ഹിൽസ് എന്നാണ് എന്റെ പേര്. അവിടെ തന്നെയായിരുന്നു, ഈ സെമിനറിയുടെ അടുത്ത് തന്നെയാണ് ഈ SFS കോളേജ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇവൻ സീതാബർഡി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തു നിന്നാണ് ഇവൻ സൈക്കിളിൽ വന്നോണ്ടിരുന്നത്. മറ്റേ അപ്പൻ സൈക്കിളുണ്ടല്ലോ പഴയ, അപ്പൊ അതിലാണ് അവൻ വന്നോണ്ടിരുന്നത്. അപ്പൊ എന്റെ കയ്യിലൊരു സൈക്കിളുണ്ട്. അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് ഈ തിയേറ്ററിൽ പോകണമെങ്കിൽ നമുക്ക് ഹില്ലിൽ തിയേറ്റർ ഒന്നുമില്ല, താഴത്തേക്ക് പോകണം. അപ്പൊ ഈ പോണ സമയത്ത് വളരെ ഈസിയാണ് വെച്ചാല് ഇറക്കമാണല്ലോ. അപ്പൊ ഞാൻ ഇവന്റെ പുറകെ ഇരിക്കും, ഇവൻ എന്നെ വെച്ചോണ്ട് പോകും. നിങ്ങൾ അങ്ങനെ ഒരു പോക്ക് പോകും. അപ്പൊ എനിക്ക് ഇവൻ ഇങ്ങനെ മെലിഞ്ഞായിരുന്നു. എനിക്ക് അന്നും കുറച്ചൊരു ചെറിയ ഉരുണ്ട ശരീരപ്രകൃതിയായിരുന്നു എന്റെ. അപ്പൊ ഇവനെക്കാളും വെയിറ്റ് ഉണ്ട് എനിക്ക്. തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരു കണ്ണിച്ചോരുള്ള ഒരുത്തൻ ആണെങ്കിൽ ഇറങ്ങി നടക്കൂലേ ഈ കയറ്റത്തിന്റെ അവിടെ, ഞാൻ ഇറങ്ങി നടക്കൂല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ അവനെ 4 ഗ്രാൻഡർ എടുത്തിരിക്കുമായിരുന്നു. ഇവൻ എന്നെ വെച്ച് ചവിട്ടിക്കോളും, ഇവൻ എന്നെ വിഷമിപ്പിക്കില്ല. ഞാൻ എന്താ പറയാടാ, ഞാൻ ടയേർഡാടാ, ഞാൻ പുറകെ ഇരുന്നോട്ടോ, നീ എന്നെ വെച്ച് തള്ളെന്ന് പറയും. ഇവൻ പാവം എന്തായാലും ഓടിക്കാൻ പറ്റില്ല, ഇവൻ എന്നെ വെച്ച് തള്ളും. എന്താ നിങ്ങളൊന്ന് കണ്ണടച്ചേ, മ്യൂസിക് വരട്ടെ.
കണ്ണു തുറക്കാം. വേണ്ട, നിങ്ങൾ കണ്ണടിച്ചിരിക്കുക, മ്യൂസിക് വരട്ടെ. അറിയില്ല വരുന്നുണ്ടോ? ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സർപ്രൈസസ് ഉള്ളപ്പോ പ്ലേ ചെയ്യുന്ന മ്യൂസിക് ആണിത്. നിഖിലാണോ? നിഖിലൊന്നും അല്ല, നിഖില് ക്ലാസ് എടുത്തോണ്ടിരിക്കാന്ന് പറഞ്ഞു, വരില്ല എന്ന് പറഞ്ഞു. കണ്ണു തുറക്കട്ടെ. കണ്ണു തുറക്കാൻ വരട്ടെ. അതിന് പയ്യെ കണ്ണു തുറന്നോ. അനിയനല്ലേ? സുഹൃത്തല്ലല്ലോ, അനിയനല്ലേ? ഹായ് അഭിലാഷ്. സ്ഥിരം സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞാൻ ബലിയാടെ. അതെ, അഭിലാഷുമായിട്ട് കണക്റ്റഡ് ആണ് സിനിമയില്. മൈൽ സ്റ്റോൺ തന്നെ സ്ഥിരം സർപ്രൈസ് ആർട്ടിസ്റ്റായി മാറിയിട്ടുണ്ട്. ഉണ്ണിയുടെ സർപ്രൈസ് കൊടുക്കാൻ വന്നിരുന്നു. ഒബ്വിയസ്ലി മാളികപ്പുറത്തിന് അഭിലാഷിന്റെ സർപ്രൈസ് ഇല്ലാണ്ട് ശരിയാവില്ലല്ലോ. സന്തോഷമുള്ള കാര്യമല്ലേ? അപ്പൊ ഉണ്ണിയുടെ അന്ന് സർപ്രൈസ് കൊടുക്കാൻ വന്നിരുന്നു. സർപ്രൈസ് അല്ല, നമ്മൾ എന്നും മിക്ക ദിവസം സംസാരിക്കുന്നതാണ്. ആണല്ലേ? അഭിലാഷ് മെരിഞ്ഞല്ലോ, നിങ്ങൾ സിനിമയിൽ ഇനി അഭിനയിക്കാൻ പോകണോ? അല്ല, അഭിലാഷ് അല്ലെങ്കിലും അഭിനയിക്കാറുണ്ടല്ലോ. അതെ, എന്നാലും ഇപ്പൊ സീരിയസ് ആയിട്ട് ഇനി ഇറങ്ങാൻ പോവാണെന്ന് എഴുത്തുപരിപാടി നിർത്തിയിട്ട് ഭയങ്കരമായിട്ട്. നമ്മൾ എഴുതുന്നില്ല വിളിക്കത്തുള്ളൂ, നമുക്കെല്ലാം ചെയ്യാൻ പറ്റും, വേറെ ആരും വിളിക്കില്ലല്ലോ. ഓഹോ. അല്ല, ഒരു കാര്യമുണ്ട്, ഞാൻ മനസ്സിലാക്കിയത് എല്ലാ റൈറ്റേഴ്സിനും അഭിനയിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ആണല്ലേ? അവർക്ക് ആ കഥാപാത്രമാവാൻ എളുപ്പമായിരിക്കും. മെയിനായിട്ട് അവരെ പ്രൊഡ്യൂസേഴ്സിന് മുമ്പിലാട്ടോ. അല്ല സൈജു, ഞാൻ എന്തിനീ സൈജുന് എന്തെന്ന് പറയില്ല. അന്ന് ഉണ്ണിയുടെ സമയത്ത് അഭിലാഷ് ഇവിടെ വന്നപ്പോ അങ്ങനെ അതിനു മുമ്പേ ഞങ്ങൾ പരിചയപ്പെട്ടു. പക്ഷെ അന്ന് അഭിലാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, രമ്യ, ഞാൻ പറഞ്ഞ സൈജുവായിട്ട് പരിചയമുണ്ടെന്നേ. രമ്യ, സൈജുവിനെ നിങ്ങൾ ഇത്ര നാളും കണ്ട പോലത്തെ സൈജു അല്ല, ഇനി മുതൽ ഇപ്പൊ സൈജുവിനെ എല്ലാവർക്കും ഇഷ്ടമല്ലേ, ഈ സിനിമ കാണുമ്പോഴും ജനങ്ങളെല്ലാം സൈജുവിനെ വെറുക്കും. അതുപോലത്തെ ഒരു സംഭവം ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാളികപ്പുറത്തില് നന്മമരം കൊടുത്തു. അതുകൊണ്ട് ഇനി അതുപോലത്തെ അത് സൈജുവിനെ പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. രമ്യ, സൈജുവിന് വേണ്ടിട്ട് ഞാനൊരു സംഭവം എഴുതാൻ നന്ന് എന്നോട് പറഞ്ഞു. ഞാൻ സൈജുചേട്ടനെ അതിലും സർപ്രൈസ് ആനശ്രീപാല 100% അത് വേറൊരു മൈൻഡ് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഭയങ്കര രസമായിട്ട് സൈജുചേട്ടൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏതെങ്കിലുമൊക്കെ ഒരു മൊമെന്റ് തിയേറ്ററിൽ ഇയാൾക്ക് കൊടുക്കാൻ തോന്നുന്നു ആളുകൾക്ക്. അതിനുശേഷം ഇപ്പൊ ഞാൻ ചെയ്യുന്ന സുമതിയോളം ഇപ്പൊ എഴുതിക്കൊണ്ടിരുന്ന കഥയിൽ ഭയങ്കര സർപ്രൈസ് ഒരു ക്യാരക്ടറാണ് സൈജുചേട്ടൻ. സൈജുചേട്ടൻ അഭിലാഷിന്റെ എല്ലാ ചിത്രത്തിലും സൈജു വരുന്നു. എന്റെ ഭാഗ്യ ഹീറോ അല്ലേ സൈജു ഇല്ലാതെ. അഭിലാഷ് 2 ചേഞ്ചസ് ആണ് ആനന്ദ് ശ്രീവാലിൽ വരുത്തിയത്. അപ്പൊ ഒന്ന്, മാളികപ്പുറത്തില് എന്നെ കുറെ പേരെ കൊണ്ട് ഇഷ്ടപ്പെടിപ്പിച്ചു. രണ്ടാമത്തെ അതിന്റെ അകത്ത് കുറച്ച് സാമ്പത്തിക പ്രശ്നമുള്ള ഒരാളായിരുന്നു. ആനന്ദ് ശ്രീവാലിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് വെറുപ്പിക്കും ഞാൻ. പിന്നെ വെറുപ്പിക്കാണ്. അല്ല, അതിന്റെ അകത്ത് വെറുപ്പിച്ചില്ലല്ലോ, ഇതിനകത്ത് വെറുപ്പിച്ചു. അത് കൂടാണ്ട് കുറച്ച് സാമ്പത്തികം തന്നിട്ടുണ്ട് എനിക്ക്. സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ഉണ്ട്. എനിക്ക് മെയിൻലി സൈജുചേട്ടനോട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് നമ്മള് എഴുതുന്ന കഥാപാത്രത്തെ ഇപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാവരും നമുക്ക് 100% തരും. സൈജുചേട്ടൻ ഒരു 100-ന് മുകളിൽ തരാൻ ശ്രമിക്കുന്ന ആളാ. പിന്നെ മെയിൻലി ഞാൻ എന്റെ കഥാപാത്രം ഞാൻ പറഞ്ഞിട്ട് സൈജുചേട്ടനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഞാൻ ആ കഥാപാത്രമായിട്ട് സൈജുചേട്ടൻ പറയും. ഞാൻ ചിലപ്പം കുറച്ച് മുന്നേ പറഞ്ഞാൽ തന്നെ ഞാനത് അഭിനയിച്ചായിരിക്കും പറയുന്നത്, ചേട്ടാ ഈ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കും. അപ്പൊ സൈജുചേട്ടൻ മാളികപ്പുറത്തേക്ക് അഭിനയിച്ചിട്ട് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഷൂട്ട് കഴിയാറപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനത് അഭിനയിച്ചിട്ടൊന്നുമില്ല, നീ വന്ന് എൻ്റെ അടുത്ത് പറയുന്നവർ ഞാൻ പറഞ്ഞു നോക്കിയാന്ന്. കാരണം കറക്റ്റ് പത്തനംതിട്ട സ്ലാങ് ആണ് സൈജുചേട്ടൻ ചെയ്തേക്കുന്നത്. കാരണം ഞാൻ പത്തനംതിട്ടക്കാരാണ്, ഞാൻ അത് വെച്ചിട്ടാണ് ആനന്ദ് ശ്രീവാല വന്നപ്പം എന്റെ അടുത്ത് ആദ്യത്തെ പറഞ്ഞു, എല്ലാവരുടെ മുന്നേ പറയുന്നത് അഭിലാഷിന്റെ പടം ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിൾ ഡയലോഗ്സ് ആയിരിക്കും. വലിയ ഡയലോഗ്സ് കാണുമായിരിക്കും, പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ 4ാമത്തെ ദിവസം പുള്ളി എന്റെ അടുത്ത് കൊണ്ട് പറഞ്ഞേ, ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു. അത് ഒരു ക്വസ്റ്റ്യനിങ് സീൻ ഉണ്ടായിരുന്നു, അതിന്റെ അകത്ത് കുറെ എന്റെ ദൈവമേ കുറെ സാധനങ്ങള്. ഞാൻ അതിന്റെ ഔട്ട് കണ്ടു, ആനന്ദ് ശ്രീവാലയുടെ ഇപ്പൊ 6 കഴിഞ്ഞിട്ടുള്ള ഔട്ട് കണ്ടു. ഭയങ്കര ഹാപ്പി ആട്ടാ. ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഔട്ട് എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള അഭിലാഷിന്റെ പുതിയ ഓരോ ചിത്രങ്ങൾ വരുമ്പോഴും അതിനകത്തൊക്കെ സൈജു കുറുപ്പിന് തീർച്ചയായിട്ടും ഓരോ കഥാപാത്രം ഡേറ്റ് ഉണ്ടെങ്കിൽ ഈ മനുഷ്യൻ ആ സിനിമ കാണും ഉറപ്പായിട്ടും. പിന്നെ എന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ എപ്പം വിളിച്ചാലും അയ്യോ അഭിലാഷ് എനിക്ക് ഇപ്പൊ കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല ഇന്ന് വരെ. ഇന്ന് വരാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്, ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കും എപ്പോ വരും. അറിയാം, സുമതി വളവ് എന്ന് പറഞ്ഞ ഇവര് അടുത്ത് ചെയ്യാൻ പോണ പടം, അതിന്റെ കഥ ഇതുവരെയായിട്ടും കേട്ടിട്ടില്ല. But I am committed to that movie. ആണോ? അതൊക്കെ ഒരു റിസ്ക് അല്ലേ സൈജു? നമ്മൾ കഥ അത് ഇവരുടെ മേലിലുള്ള വിശ്വാസമാണ്. അതാണ് റിസ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു റിസ്ക് തോന്നുന്നില്ല. ബിക്കോസ് മാളികപ്പുറത്തിന്റെ ഡയറക്ട് ചെയ്യുന്നത് അഭിലാഷുമായിട്ട് 2 പടം ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇദ്ദേഹത്തിന്റെ കടാവറൊക്കെ ഞാൻ കണ്ടിട്ടുള്ള പടങ്ങളാണ്. അപ്പൊ ഇദ്ദേഹം എന്തായാലും എനിക്ക് എന്താണ് ഒരു നല്ല ക്യാരക്ടറിങ് തരുന്നതിനേക്കാളും ഉപരി വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ ആയിരുന്നു. മാളികപ്പുറത്തിലൊരു ടൈപ്പ്, ആനന്ദ് ശ്രീവാലിലൊരു ടൈപ്പ്. ഇത് ഡെഫിനറ്റ്ലി ഇത് രണ്ടും പോലത്തെ ഒരു ക്യാരക്ടർ എന്തായാലും പ്ലേസ് ചെയ്യില്ല. അപ്പൊ നമുക്ക് ഇല്ല, ഞാനിപ്പം ഒരാഴ്ച മുമ്പ് ഞാൻ അഭിലാഷിനെ വിളിച്ചു, അഭിലാഷെ നമുക്ക് എന്നാ ഇരിക്കേണ്ടത്, എന്നാ എന്റെ ഡേറ്റ് ഞാൻ വിളിച്ചു ചോദിച്ചു.
അപ്പൊ ഞാൻ വെച്ചാൽ ഞാൻ ഓഗസ്റ്റിൽ തുടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അത് ചില കാരണവശാൽ നമ്മൾ കുറച്ച് പോസ്റ്റ്പോണ്ട് ആയി. ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചത് അല്ലേ. ഇതിന്റെ മെയിൻ കാര്യം എന്താ വെച്ചാൽ ഈ സിനിമയിൽ എപ്പോഴും സൗഹൃദത്തിന് ഭയങ്കര വിലയുള്ളതാണ്. അപ്പം ഞാൻ അത് അത്രത്തോളം വാല്യൂബിൾ ആണ്. എനിക്ക് സഹിച്ചേട്ടൻ അങ്ങനെ തന്നെ. അപ്പം സഹിച്ചേട്ടന് എന്നിലുള്ള വിശ്വാസം എന്താ വെച്ചാൽ ഞാൻ ഒരിക്കലും സഹിച്ചേട്ടന് ഹാംഫുൾ ആയിട്ട് ഒരു സാധനം ചെയ്യില്ല. കാരണം സഹിച്ചേട്ടൻ്റെ അടുത്ത സിനിമ സഹിച്ചേട്ടൻ നല്ല കഥാപാത്രം ചെയ്ത് ശ്രദ്ധിക്കപ്പെട്ടാൽ അത് ഓട്ടോമാറ്റിക്കലി അത് എൻ്റെ ഗ്രോത്തും കൂടെ, എനിക്കൊരു ഗ്രോത്തും കൂടെ. ഞാൻ എപ്പോഴും പറയും, ഞാനിപ്പം പുറത്ത് വെച്ച് എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞേ ഉള്ളൂ, സഹിച്ചേട്ടൻ ഇൻഡിപെൻഡന്റ് ഹീറോ ആയി വരുന്ന സിനിമകൾ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. കാരണം എനിക്ക് നാളെ ചേട്ടാ എനിക്കൊരു പടം വേണം എന്ന് പറഞ്ഞ് എനിക്ക് ധൈര്യമായിട്ട് എപ്പോഴും പെർമിഷൻ കയറി ചെല്ലാൻ പറ്റുന്ന. ഇത് അഭിലാഷ് പറഞ്ഞു. ഞാൻ മാളികപ്പുറത്തിന്റെ സമയത്ത് പറഞ്ഞു, അഭിലാഷ് എന്തെങ്കിലും എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അല്ല, അത് തീർച്ചയായിട്ടും സംഭവിക്കും. ഉറപ്പായിട്ടും ചെയ്തിരിക്കും. സഹിച്ചേട്ടനെ വെച്ചിട്ടൊരു പടം, അത് എന്താ പറയുക, അതൊരു വലിയ ഹിറ്റ് ആവണം എന്ന് ആഗ്രഹിച്ച് തന്നെ ചെയ്യുന്ന ഒരു സബ്ജക്റ്റും ആയിരിക്കും. അത് നമ്മൾ ചെയ്തിരിക്കും തീർച്ചയായിട്ടും. ഒട്ടന്നെ തന്നെ അത് സംഭവിക്കട്ടെ. ഏത് ഇന്റർവ്യൂ പോയാലും ഇതുപോലെ സത്യം ജയിക്കുന്ന അവസ്ഥ കേട്ടോ. എനിക്ക് ആനി ചേച്ചിയുടെ ഷോയിൽ പോയപ്പോൾ അവിടെ വെച്ചിട്ട് ഷാജി കലാ സാറിനും ജഗനും വേണ്ടി പടം എടുത്തോണ്ടെന്ന് ചേച്ചി സത്യം ചെയ്തു വെച്ചു. ഈ സൈജുവിന്റെ ഒരു ഇത് കാണുമ്പോഴേ അഭിലാഷിന് ശരിക്കും തോന്നുന്നത്, ഒരു റൈറ്ററിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ആൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്നത് ഏത് ടൈപ്പ് ക്യാരക്ടർ ആയിരിക്കും, ഏത് ജോണറിലുള്ള ക്യാരക്ടർ ആയിരിക്കും? അല്ല, അങ്ങനെ ഒരു ക്യാരക്ടറെ തളച്ചിടണ്ട എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. കാരണം സഹിച്ചേട്ടൻ വില്ലൻ നമ്മൾ കണ്ടിട്ടുണ്ട്, എക്സ്ട്രീം ഹ്യൂമർ കണ്ടിട്ടുണ്ട്, കടം ബാധിച്ച ഒരു 20 കഥാപാത്രങ്ങൾ നമുക്ക് പറയാൻ പറ്റുമായിരിക്കും. അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരെണ്ണം മാളികപ്പുറത്തിലെ ക്യാരക്ടറാണ്. പക്ഷെ മാളികപ്പുറത്തിലെ കഥാപാത്രം ചെയ്യുമ്പോൾ ഞാൻ സഹിച്ചേട്ടനോട് കഥ പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, ചേട്ടാ ഇയാൾക്ക് ഇത്രയും പ്രശ്നം ഉണ്ടെങ്കിലും ഇയാൾ ഇത് ആരുടെയും മുന്നിൽ അങ്ങനെ കാണിക്കാറില്ല. അപ്പം സഹിച്ചേട്ടൻ ആ കഥ സ്ക്രിപ്റ്റ് വായിച്ചും അല്ലെങ്കിൽ കഥ ഇങ്ങനെ കിട്ടിയോണ്ടാവാം. ഒരു ദിവസം ഞങ്ങളൊരു സീൻ ഷൂട്ട് ചെയ്യണം. ഇതിലൊരു സീനുണ്ട്, പുള്ളി പറമ്പിൽ നിന്ന് കൂമ്പ് പിടിച്ചോണ്ട് അടുക്കളയിലേക്ക് കയറി വരും. അപ്പൊ ഭാര്യ ചോദിക്കുമ്പോ ഇന്നും കൂമ്പുകാരനാണല്ലേ എന്ന് പറയുമ്പോൾ അയാളുടെ അവസ്ഥ അയാള് മറച്ചു വെച്ചോണ്ട് ഇയാൾ പറയും, ഈ കൂമ്പ് ഭയങ്കര ഓർഗാനിക്കാ, ഇത് മറ്റേ വിഷമടിച്ച പച്ചക്കറി ഒന്നും വേണ്ട. അതിന് പുള്ളി അതിനെ ടാക്കിൾ ചെയ്തിട്ട് അവിടെ പോകുമ്പോൾ അമ്മ ഒന്ന് പറയും, എടാ ഇത്തവണ മോളെ ശബരിമലയ്ക്ക് കൊണ്ട് പറയും. പുള്ളിയെ സംബന്ധിച്ച് പുള്ളിയുടെ 5 പൈസ ഇല്ലാന്നും ഇത് പുള്ളിക്ക് അറിയാം, പക്ഷെ ഫാമിലിക്ക് അത്ര അറിയില്ല. അപ്പൊ പുള്ളി ആ ഫാമിലിയുടെ മുന്നിൽ ഇങ്ങനെ ചിരിച്ചോണ്ട് സംസാരിച്ചിട്ട് ഒരു ടേണിംഗ് ഉണ്ട് പുറത്ത്. ആ ടേണിംഗ് ഞങ്ങള് വിഷ്ണു പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ പുള്ളി ആ ടേൺ ചെയ്തിട്ട് ആ ഒരു മൊമെന്റിൽ ഒരു സെക്കൻഡിൽ പുള്ളിയുടെ ഫേസ് മാറിയിട്ട് പുള്ളി പെട്ടെന്ന് തിരിച്ചിട്ട് പറയും, ഇപ്പൊ അമ്മയ്ക്ക് എന്തുകൊണ്ട് ശബരിമല കൊണ്ടുവന്നല്ലേ വഴി ഉണ്ടാക്കുന്നതുകൊണ്ട് പോകും. കുറെ 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ ചേട്ടാ അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടിട്ടാണോ അല്ല, പക്ഷെ എനിക്ക് പെട്ടെന്ന് അത് ആ മൊമെന്റിൽ സാധാരണക്കാരനായ ഞാൻ ഉറപ്പായിട്ട് എന്റെ മനസ്സിൽ ചിന്ത ചെയ്തത് എന്റെ പൈസ ഇല്ലാന്നല്ലേ. അപ്പൊ എന്റെ മുഖത്ത് ആ ചിരി മാത്രമല്ല എന്നുകൊണ്ട് പുള്ളി അത് ചെയ്തപ്പം അപ്പൊ എനിക്ക് മനസ്സിലായി കഥാപാത്രത്തെ എത്രത്തോളം പുള്ളി മഹാനടനല്ലേ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. ചില സീൻസിലൊക്കെ നമുക്ക് ഭയങ്കര ഇവര് സഹിച്ചേട്ടൻ ഈ അടി കൊള്ളുന്ന ഒരു സീനുണ്ട് മാളികപ്പുറത്തിലെ. ഏറ്റവും ഞാൻ എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് സ്വന്തമായി കരഞ്ഞു പോയൊരു ഫീൽ ഉണ്ടായ ഒരു സീനത്. അപ്പൊ ആ സീൻ ഞാൻ പറയുമ്പോഴും സഹിച്ചേട്ടൻ അത് ഫീലായിരുന്നു. സഹിച്ചേട്ടൻ അത് അഭിനയിക്കുന്ന മൊമെന്റ് ഞങ്ങളുടെ ലൊക്കേഷനിൽ എല്ലാവരുടെയും കണ്ണ് അറിയാം. ആ ഷോട്ടെല്ലാം കഴിഞ്ഞിട്ട് ഇതിന്റെ ഫസ്റ്റ് കോപ്പി ഞങ്ങൾ കാണുമ്പോൾ ആ ഫൈനൽ മിക്സിൽ നിൽക്കുന്ന എല്ലാവരും കണ്ണു കണ്ടിട്ട് പറയാണ്, സൈജു ഈ സീനില് ശരിക്കും അഭിനയിച്ചിട്ടില്ല, സൈജു ആ കുട്ടീനെ ശരിക്കും ഞാനും മാളു ഇരുന്ന് കരയൊക്കെ. കാരണം എന്റെ മോള് സൈജുവായിട്ട് ഭയങ്കര അടുപ്പമുണ്ട്. ആ സീൻ കണ്ടിട്ട് അവളും ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ. ഈ സൈക്കോ മനുഷ്യൻ തിയേറ്ററിന്റെ പുറകെ പോയിട്ട് പുറത്ത് CCTV നോക്കും, ആ സീനിൽ കരയുന്നുണ്ടോ, ഏതാതെ കരയുന്നേ. അല്ല, ഞാനത് ചെയ്തു കേട്ടോ. ഞാൻ എല്ലാ തിയേറ്ററിനും പുറത്തു പോയി ഇപ്പൊ അകത്തെ CCTVയുടെ ഒരു മോണിറ്റർ പുറത്ത് വെക്കുന്നത്. ഈ സീൻ വരുമ്പോ ഞങ്ങൾ നോക്കും, പലരും ഇങ്ങനെ കണ്ണൊക്കെ തുടക്കി കാണുമ്പോൾ ഞാൻ വിഷ്ണു അപ്പൊ വിഷ്ണു പറയും എന്ത് സൈക്കോ റൈറ്ററാണ്. അല്ല, ഞാൻ വേറെ ചോദിക്കട്ടെ അഭിലാഷ്, ഈ സൈജുവിന്റെ ഇപ്പൊ വേറെ കുറെ ഇന്റർവ്യൂലൊക്കെ പോയി ഇരിക്കുമ്പോഴാണെങ്കിലും ഒക്കെ എല്ലാവരും റിപ്പീറ്റ് ഇപ്പൊ വരുന്ന ഓരോ സിനിമകൾ നോക്കിക്കഴിഞ്ഞാല് ഒരുപാട് പ്രാരാബ്ധക്കാരനായിട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ അവിടെ സൈജു കുറുപ്പിനെ പ്ലേസ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു പാറ്റേൺ അങ്ങനെ കുറെ ചെയ്തിട്ടുണ്ടല്ലോ പ്രാരാബ്ധം. രമ്യ, അത് ആക്ച്വലി അത് പറഞ്ഞു വന്നപ്പോഴത്തേക്കും ശരിയാണ്. അല്ല, പ്രാരാബ്ധത്തിൽ എന്നെ പ്ലേസ് ചെയ്യുന്നുള്ളതാണ്. പക്ഷെ ഇവരൊക്കെ സാധാരണക്കാരനായിട്ടുള്ള ക്യാരക്ടേഴ്സിൽ എന്നെ പ്ലേസ് ചെയ്യുന്നതാണ്. എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇമേജ് ഇല്ല. ഞാനിപ്പോ ഒരു സീസൺഡ് കൊമേഡിയൻ അല്ല. നിങ്ങൾ എന്നോട് വന്നു ഒരു 5 സീനിൽ അഭിനയിച്ചിട്ട് ആ സീൻ കോമഡിയാക്കി തരാൻ പറഞ്ഞൊന്നും എനിക്ക് പറ്റില്ല. റൈറ്റേഴ്സ് നല്ലപോലെ എഴുതിയിട്ടുണ്ട്, ഫിലിം മേക്കേഴ്സ് നല്ലപോലെ ഷൂട്ട് ചെയ്താൽ മാത്രമേ എന്റെ കോമഡി വർക്ക്ഔട്ട് ആകൂ. അല്ലാണ്ട് ഞാനിപ്പോ ലൊക്കേഷനിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര എന്റർടൈനർ ഒന്നും അല്ല. ഞാൻ അവിടെ മാറിയിരിക്കും, ആരെങ്കിലും എന്തെങ്കിലും തമാശ പറയണമെങ്കിൽ ഞാൻ ചിരിക്കും. അല്ലാണ്ട് എന്റെ വായിൽ നിന്ന് അങ്ങനെ തമാശ ഒന്നും വരാറില്ല. എന്നുവെച്ചാൽ പല പ്രാവശ്യം ഫെയിൽ ആയിട്ടുണ്ട്. ഈ തമാശ പറയാൻ ശ്രമിച്ചിട്ട് ആരും ചിരിക്കാത്തപ്പം പൊതുവെ അങ്ങനെയാ, കൂടെ കമ്പനി കൂടും നന്നായിട്ട്, പക്ഷെ ഇങ്ങനെ ഒതുങ്ങി നിൽക്കും. ക്യാരക്ടർ അങ്ങനെയാ. അപ്പം ഈ സാധാരണക്കാരനായിട്ടാണ് എന്നെ പ്ലേസ് ചെയ്യുന്നത്. സാധാരണക്കാരൻ എപ്പോഴും
ഞാൻ പറയണ ആക്ച്വലി സാധാരണക്കാരൻ എന്ന് പറഞ്ഞാല് എല്ലാവരും സാമ്പത്തിക ഉദ്ദേശമല്ല ഞാൻ പറയണത്, മനസ്സിലായി. ഒരു സാധാരണക്കാരൻ. ഇവർക്ക് എല്ലാവർക്കും കടബാധ്യത പ്രോബ്ലം ഉണ്ട്. എത്ര മില്യനർ ആയാലും അയാൾ ഒരു ലോൺ എടുത്തിട്ടുണ്ട് ബാങ്കിൽ നിന്ന്, അല്ലേ? ബിസിനസ് ആവശ്യത്തിനായിരിക്കാം. അതെ, പല പല ആവശ്യങ്ങൾ കാരണം. അപ്പൊ അതുകൊണ്ട് ഇത് പ്രാരാബ്ധം ഉള്ള ക്യാരക്ടേഴ്സ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളൊരു സാധനം. അത് ശരിയാണ്, അത് ഞാനും കൂടെ ഒരു കാരണക്കാരനാണത് പൊങ്ങി വരാൻ. ഒരാളത് ഫേസ്ബുക്കിൽ ഇട്ടു, അത് ആ വഴിക്ക് അങ്ങ് വിട്ടാൽ മതിയായിരുന്നു. ഞാനത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ചുമ്മാ ഫേസ്ബുക്കിൽ ഒരു രസത്തിന് ഇട്ടു. അപ്പൊ അതോടെ പിന്നെ കുറെ പേര് കൂടെ എന്റെ അടുത്ത് സുമതി വളവിന്റെ നമ്മുടെ ലോഞ്ചിന്റെ തലേന്ന് നമ്മുടെ ലൈബിലിറ്റി സ്റ്റാർ ഉണ്ടോ ഈ സിനിമയിൽ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ലൈബിലിറ്റി അല്ല സഹിച്ചാണ്. ഞാൻ പറഞ്ഞു ദൈവമേ പുള്ളി ഇതിനകത്ത് ലൈബിലിറ്റി സ്റ്റാർ ഒന്നും അല്ല, നല്ല കാശുള്ളതാണ്. സഹിച്ചാണ്. വേറൊരു എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പൊ നമ്മൾ പണ്ട് സത്യനന്ദിക്കാടൻ സാറിന്റെ സിനിമകൾ കാണുമ്പോൾ പുള്ളി അല്ലെങ്കിൽ ലോയി സാർ എഴുതുന്ന സിനിമകളിൽ എപ്പോഴും സാധാരണക്കാരുടെ കഥ പറയും. അതിന്റെ മുഖം ജയറാമേട്ടനായിരുന്നു. കാരണം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് സത്യൻ സാറിന്റെ ഏത് സാധാരണക്കാരുടെ സിനിമയിലും ജയറാമേട്ടൻ ഫേസ് ഉണ്ട് അതിന്. അതിന്റെ കാരണം എന്താ വെച്ചാൽ അത് കണക്ട് ചെയ്യാൻ പറ്റും ആളുകൾക്ക്. അതായത് ചില ആർട്ടിസ്റ്റുകൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇപ്പൊ സഹിച്ചേട്ടൻ മാത്രമല്ല, മലയാളത്തിൽ കുറെ ആർട്ടിസ്റ്റുകൾ അങ്ങനെയുണ്ട്. പക്ഷെ സഹിച്ചേട്ടനെ എനിക്ക് ഫീൽ ആയിട്ടുള്ളത് ഒരു സാധാരണക്കാരനായിട്ട് ഒരു കഥാപാത്രം വെച്ചാൽ ജനങ്ങൾ വിശ്വസിക്കും, കൺവിൻസ്ഡ് ആവും പെട്ടെന്ന്. അത് പുള്ളിയുടെ പെർഫോമൻസിലും ഈ പറയുന്ന മേക്കേഴ്സിന്റെ ഒരു ക്വാളിറ്റിയിലും കൂടെ മെർജ് ആയിട്ട് വന്നാല് അത് ഒരു 100% റിസൾട്ട് ആയിരിക്കും. അതാണ് ഞാൻ ഈ റൈറ്റർ സൈഡിൽ നിന്ന് അത് ചോദിക്കായിരുന്നു. കാരണം ഇവര് നോക്കുമ്പോൾ കഥാപാത്രത്തിന് പറ്റുന്നത് ആരെന്നാണല്ലോ നിങ്ങൾക്ക് തോന്നുക. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ആ ഒരു ഓക്കെ പ്രാരാബ്ദം എന്ന് പറയുമ്പോൾ സൈജുവിനായിരിക്കും അത് 100% അതിനകത്ത് ജെനുവിനായിട്ട്. മറ്റൊരു റീസൺ വെച്ചാൽ ഒരു നല്ല പെർഫോമർക്ക് ഏത് കഥാപാത്രം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണല്ലോ മിഥുൻ മാനുവൽ തോമസ് ആടിനകത്ത് അത്രയും വലിയൊരു കോമഡി ക്യാരക്ടർ എടുത്ത് സഹിച്ചേട്ടനെ വെച്ചിരുന്നത്. അപ്പൊ സഹിച്ചേട്ടന്റെ പെർഫോമൻസിലാണ് നമുക്ക് ആ ട്രസ്റ്റ്. അപ്പൊ നമ്മളത് ഏത് കഥാപാത്രം കൊടുത്താലും അത് ഇപ്പം എന്റെ ആനന്ദ് ശ്രീബാല പുള്ളി ചെയ്യുന്നതിന് ഒരു ചെറിയ ഒരു ഏരിയയിൽ ഒരു ചെറിയ നെഗറ്റീവ് ഷെയ്ഡിലാണ് ഈ കഥ പോകുന്നത്. പക്ഷെ ആ നെഗറ്റീവ് ഷെയ്ഡ് ഞാൻ എഴുതുമ്പം ഞാൻ ഇത്രയും മാളികപ്പുറത്തിലെ നന്മമരായിരുന്ന സഹിച്ചേട്ടനെ കൊണ്ട് എങ്ങനെ നെഗറ്റീവ് ചെയ്യിക്കും എന്ന് ചിന്തിക്കുന്നിടത്താണ് ഞങ്ങൾ വിജയിക്കുന്നത്. ആ മനുഷ്യനോട് ചെയ്യിച്ചെടുക്കാൻ പറ്റും എന്ന ഞങ്ങളുടെ ഉറപ്പിലാണ് ഒരു പെർഫോമൻസ് സഹിച്ചേണ്ട സക്സസും സഹിച്ചേണ്ടത് തരുമ്പം മേക്കേഴ്സ് ഞങ്ങളുടെ സക്സസ്. അപ്പൊ അതാണ് സിനിമ. അത് അങ്ങനെ ആർട്ടിസ്റ്റുകളെ കിട്ടിയാൽ ഭാഗ്യം ചെയ്തവരാന്ന് പറയും. അങ്ങനെ ആർട്ടിസ്റ്റുകളെ കിട്ടണം. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റുകളെ കിട്ടാത്തപ്പോഴാണ് നമ്മൾ ഇതൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ എനിക്ക് ഇതുവരെ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പൊ ഞാനിപ്പം പല കഥകൾ പോയി പല പ്രൊഡ്യൂസേഴ്സിനും ഡയറക്ടേഴ്സിനും പറയുമ്പോൾ ഇപ്പൊ എൻ്റെ ഒരു രീതി വെച്ചാൽ ഞാൻ കഥ പറയുമ്പോൾ ഞാൻ ഈ കഥാപാത്രത്തിന്റെ പേര് ഒരുപാട് പറഞ്ഞാൽ ഞാൻ പറയും ഇത് ചെയ്യുന്ന ഇന്ന ആർട്ടിസ്റ്റിനെ പോലെ ഒരാൾ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ പറയുന്ന 90% കഥകളിലും ഞാൻ ഒരു കഥാപാത്രം പറയും സൈജുവിനെ പോലത്തെ ഒരു ക്യാരക്ടർ. അപ്പൊ അവർ അല്ല പോലെയല്ല സൈജു തന്നെ മനസ്സിലായി, കഥ പറഞ്ഞപ്പോൾ മനസ്സിലായെന്ന് പറയും. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. ഞാൻ അറിയാതെ ചില കഥാപാത്രങ്ങളുടെ പേര് വരുമ്പോൾ അല്ലെങ്കിൽ മാൻഡ്രസ് വരുമ്പോൾ ഇത് സഹിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പോവും. അപ്പൊ അത് എനിക്ക് ആ റാപ്പ് ഭയങ്കര വർക്കായിട്ടുണ്ട്. ഇപ്പം ഈ സുമതി വളവിൽ പോലും ഞാൻ കഥ പറഞ്ഞിട്ട് വിഷ്ണുവാണ് എൻ്റെ അടുത്ത് പറയുന്നത് ചേട്ടാ ഇത് സഹിച്ചേട്ടനല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത് സഹിച്ചേട്ടനാണ്. അതുപോലെ അഭിലാഷിനെ ഞെട്ടിപ്പിച്ച് അല്ലെങ്കിൽ അതിശയിപ്പിച്ച് സൈജുവിന്റെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഏതായിരിക്കും? ആണോ? മാളികപ്പുറത്തിലെ അല്ല, അത് നമ്മുടെ സിനിമ. സൈജേട്ടനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് ആടിലെ കോമഡി ക്യാരക്ടർ. എനിക്ക് ഭയങ്കര വർക്കായത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ആസ് എ പെർഫോമർ ഞാൻ സൈജേട്ടനിൽ നിന്നൊരു ടോട്ടാലിറ്റി കണ്ടൊരു പടമാണ് അന്താക്ഷരി. അതൊരു പരിപാടിയായിരുന്നു. ബിപിൻ ചേട്ടനും ഞെട്ടിച്ചു. അന്ന് അത് ശരിക്കും സൈജുവിനൊരു ഇതായിട്ടുള്ള ഒരു ക്യാരക്ടർ സമയത്തായിരുന്നു ഇറങ്ങിയെന്ന് വെച്ചാൽ അതുപോലത്തെ 2-3 പോലീസ് ക്യാരക്ടേഴ്സ് ഞാൻ കമ്മിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ നിർമ്മാതാക്കള് കിട്ടിയാൽ നമ്മൾ ഉടനെ തന്നെ അത് ഷൂട്ട് ചെയ്തതായിരിക്കും. അല്ല ഇപ്പോഴത്തെ ഒരു സിനിമയുടെ ഒരു ടോട്ടാലിറ്റിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അതായത് ഇന്നത്തെ കാലത്ത് കണ്ടന്റ് നല്ലതാണെങ്കിൽ സിനിമ സക്സസ് തിയേറ്ററിൽ ആൾ വരും. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനത്തെ സബ്ജക്റ്റുകൾ എടുത്തിട്ട് നമുക്ക് ചെയ്യണം. അതെ, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ പലപ്പോഴും പല ഇന്റർവ്യൂലും പറയാറുണ്ട് ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ചില ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു മനുഷ്യനാണ് സഹിച്ചേട്ടൻ. കാരണം ഒരു ഡയറക്റ്റ് ചെയ്യുമ്പോൾ എന്റെ കഥയിൽ ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് സഹിച്ചോണ്ട് അഭിനയിപ്പിക്കണം. പുള്ളി ഡേറ്റ് ഒക്കെ അഭിലാഷ് എന്നെ പറ്റി പറഞ്ഞ് ഞാൻ കുറച്ച് കാര്യം അഭിലാഷിനെ പറ്റി കൂടെ പറയുവാണ്. ഓക്കെ, അത് നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമില്ല. വെച്ചാൽ ഇപ്പം ഓഡിയൻസ് പോയിന്റ് ഓഫ് വ്യൂല് ഞാൻ അങ്ങോട്ട് കുറച്ച് ഈ മാളികപ്പുറത്തില് ഈ മോളുമായിട്ടുള്ള സീക്വൻസുകളില് ഈ കുട്ടികളായിട്ടുള്ള ഒരു മിംഗ്ലിംഗ് ഉണ്ടല്ലോ, അവരെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന രീതി, ഇതൊക്കെ. അപ്പൊ ഈ സീൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് വിഷ്ണു കാണും അഭിലാഷും കാണും. അപ്പൊ ആസ് എ റൈറ്റർ പുള്ളിയാണിത് പറയുന്നത്, ഡയലോഗ്സ് ഒക്കെ പറയുന്നത്. അപ്പം അഭിലാഷ് ദേവനന്ദെ പിടിക്കും, എന്നിട്ട് അഭിലാഷ് അത് അറിയാണ്ട് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ പറയുന്നത് അപ്പം അച്ചായി ഇത് പറയും കേട്ടോ മോളെ എന്നുകൊണ്ട് മോളെ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ കേൾക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങൾ ഞാൻ മയൂഖയുടെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ അഭിലാഷ് മോളോട് ചിലപ്പോൾ ചെയ്തതായിരിക്കും. അത് അവിടെ വന്നിട്ടുണ്ട്. അത് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരു ഹില്ലിൽ ഞങ്ങൾ നിൽക്കുവാണ്, മോളിങ്ങനെ നിൽക്കുകയാണ്, മോൾ അങ്ങോട്ട് നോക്കി മല കാണുന്ന രീതിയിൽ നിൽക്കുവാണ്, ഞാൻ പുറകെ വന്നിട്ടും ഇങ്ങനെ നിൽക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കുരിഞ്ഞിട്ട് ഇവളുടെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഞാൻ ഡയലോഗ് പറയണ ഇങ്ങനെ കൈ ഇങ്ങനെ കൊട്ടിക്കോട്ടെ, അവളുടെ കൂടെ കൈ പിടിച്ചിട്ട്. ഇത് ഞാൻ പണ്ട് ആരൊക്കെയോ ചെയ്ത് കണ്ടിട്ടുണ്ട് കുട്ടികളോട്. പക്ഷെ എനിക്കത് ഓർമ്മയില്ലായിരുന്നു. അഭിലാഷ് അത് എന്നെ കാണിക്കാൻ വേണ്ടിയല്ല, പക്ഷെ അത് തന്നെ റിപ്പീറ്റ് ചെയ്തു. അത് അങ്ങനത്തെ കുറെ കോൺട്രിബ്യൂഷൻ ഞാനത് എന്റെ മോളുടെ അടുത്ത് ചെയ്യുന്നതായിരുന്നു. എനിക്ക് 2 പെൺമക്കളാണ്. ഞാൻ ഓട്ടോമാറ്റിക്കലി ഈ കഥ എഴുതുമ്പോൾ ഞാൻ അവരെ കൺസീവ് ചെയ്യുന്ന പോലെയാണ് ഈ കഥാപാത്രം കൊണ്ടുപോയത്. അപ്പം എൻ്റെ അടുത്ത് എൻ്റെ മൂത്ത മോള് ഈ സിനിമ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കിയത് എന്തിനാണ് അജയനെ കൊന്നു കളഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ അജയൻ മരിച്ചാലല്ലേ ഈ കഥ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് അവള് പറഞ്ഞു വേറെ എന്തെങ്കിലും ആക്കിയാൽ പറയാം. ഞാൻ പറഞ്ഞു വേറെ ഒരു ഇമോഷൻസ് അവിടെ വർക്കാവില്ല, നമ്മുടെ കൂടെയുള്ള ഒരാൾ മിസ്സാകാൻ പാടും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ മലയാള സക്സസിൽ ഏറ്റവും വലിയ ഗുണം, ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫിലെ ചേട്ടന്റെ ക്യാരക്ടറിന്റെ കൂടെ പ്രേക്ഷകർ നിന്നുകൊണ്ട്, അതുകൊണ്ടാണ് പിന്നീട് വന്ന് എല്ലാവരും സ്കോർ ചെയ്തത്. കാരണം സഹിച്ചേട്ടൻ ഞാൻ കഥ പറയുമ്പം സഹിച്ചേട്ടൻ സ്വാഭാവികമായിട്ട് ഒരു ആർട്ടിസ്റ്റ് കഥ കേൾക്കുമ്പം ഫസ്റ്റ് ഹാഫിലല്ലേ ഉള്ളൂ എന്നൊരു സാധനം സ്വാഭാവികമായിട്ട് വരും. അപ്പോൾ ഞാൻ സഹിച്ചേട്ടാ നിങ്ങൾ ഫസ്റ്റ് ഹാഫിലാണെങ്കിലും സിനിമ നിങ്ങൾ നിറഞ്ഞിരിക്കാൻ സെക്കൻഡ് ഹാഫിലാണ് ഞാൻ പറഞ്ഞു. സഹിച്ചേട്ടൻ അന്ന് അത് എത്രത്തോളം നിങ്ങൾ ആദ്യമായിട്ട് പടം ചെയ്യാൻ പോകും, പക്ഷെ സിനിമ കണ്ടിട്ട് സഹിച്ചേട്ടൻ എന്നത് പറഞ്ഞു. കാരണം സെക്കൻഡ് ഹാഫിലാണ് ഈ അച്ഛനും മകളും തമ്മിലുള്ള മെമ്മറീസ് മുഴുവൻ ഇങ്ങനെ പോകുന്നത്. ഈവൻ ഈ 18ാം പടിയിൽ കയറും പോലും കുട്ടി ഓർക്കുന്നത് അച്ഛനെയാണ്. അപ്പം ഫസ്റ്റ് അച്ഛനെ ഓർത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ കാരണം മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത്. ഫസ്റ്റ് അച്ഛനെ ഓർത്തിട്ട് അതിന് ശേഷമാണ് അയ്യപ്പനെ ഓർക്കുന്നത്. അപ്പൊ അതൊക്കെ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളിങ്ങനെ മൈൻഡിൽ ഉറപ്പിച്ചതാണ് അത് ഇങ്ങനെ ചെയ്യിക്കണം. അപ്പം സെക്കൻഡ് ഹാഫിലാണ് എനിക്ക് തോന്നുന്നു കുറെ കൂടെ അജയ് എന്നുള്ള കഥാപാത്രം ഇങ്ങനെ ഓഡിയൻസിനൊപ്പം തന്നെ. പിന്നെ എൻ്റെ അടുത്ത് ഒരുപാട് അമ്മമാര്, ഇഷ്ടംപോലെ അമ്മമാര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് മോനെ അവനെ കൊന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, മാളിപ്പുറം രണ്ടാം ഭാഗത്തിൽ അജയൻ വരും, പേടിക്കണ്ട, ഞാൻ പ്രീക്കലും ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ ഞാൻ പറയും. അല്ല അത് എല്ലാവർക്കും ഭയങ്കര ടച്ച് ചെയ്ത ഒരു സീനാണ്. ആ സമയത്ത് ഈ മാളിപ്പുറം റിലീസായ സമയത്ത് എന്റെ ബാക്ക് ടു ബാക്ക് ഷൂട്ട് നടക്കുമായിരുന്നു. അപ്പം അഭിലാഷും ഉണ്ണിയൊക്കെയാണ് ആ സമയത്ത് തിയേറ്റർ വിസിറ്റിന്, മോളൊക്കെയാണ് തിയേറ്റർ വിസിറ്റിന് പോയത്. എനിക്ക് 2-3 തിയേറ്റേഴ്സിൽ പോകാൻ പറ്റുള്ളൂ. ഒന്ന് കൊടുങ്ങല്ലൂർ പോയായിരുന്നു ഞാൻ. അതിനുശേഷം ഞാൻ ഒറ്റയ്ക്ക് കോഴിക്കോട് എനിക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോണ സമയത്ത് ചങ്ങരംകുളം എന്ന് പറഞ്ഞ സ്ഥലമില്ലേ, എടപ്പാളിനടുത്ത്, അവിടെ മാഴ്സ് എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് ഉണ്ട്. അത് അജിത്തേട്ടൻ എന്ന് പറഞ്ഞ അതിന്റെ ഓണർ അജിത്തേട്ടൻ. അപ്പം ഞാൻ അവിടെ കൂടെ പോകുമ്പോഴത്തേക്ക് അജിത്തേട്ടനെ കാണാൻ വേണ്ടി ഞാൻ വെറുതെ കയറാറുണ്ട്. അപ്പം അന്ന് മാളിപ്പുറം അവിടെ ഓടുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ അജിത്തേട്ടനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഇപ്പൊ ഇന്റർവ്യൂ ആകും കേട്ടോ, വേണമെങ്കിൽ കയറി ഒന്ന് ഓഡിയൻസായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്തോളാം. ഞാനങ്ങനെ അപ്പം ഞാൻ കുറച്ച് ഡൗട്ട്ഫുൾ ആയിരുന്നു. വെച്ചാൽ ഞാൻ മരിക്കുന്ന സീൻ കഴിഞ്ഞിട്ടാണ് ഇന്റർവെൽ. അപ്പം ഞാൻ കയറി ചെന്നാൽ ഇമോഷൻ കട്ടാകും എന്നൊക്കെ ഉള്ള ഒരു പേടി എനിക്കുണ്ടായിരുന്നു. ചില എന്നെ കാണുവാണല്ലോ ജീവനോടെ. അപ്പൊ ഇമോഷൻ കട്ടായി പിന്നെ സെക്കൻഡ് ഹാഫ് രസം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ അവിടുത്തെ എന്തായാലും ഞാൻ പോയിട്ടില്ല. അപ്പൊ എനിക്ക് കോഴിക്കോട് എത്തും വേണം. അപ്പൊ ഇനിയിപ്പോ അടുത്ത ഹാഫും കൂടെ കഴിഞ്ഞിട്ടുള്ള സമയം എനിക്കില്ല. ഞാൻ എന്തായാലും ഞാൻ പോയി ചെന്ന് ഇന്റർവെൽ ആയ ഉടനെ ഞാൻ ചെന്നു. ഞാനിങ്ങനെ കൈ ഇങ്ങനെ കാണിച്ചു. അപ്പം ആൾക്കാർ വന്നിട്ട് സെൽഫിയൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. പുറകിൽ നിന്ന് 2 കൈകൾ വന്നിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. അപ്പം നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ വളകളുള്ള കൈകളാണ്. അപ്പം ഏതൊരു അമ്മയാണ്, അമ്മയുടെ കൈയാണ്. അപ്പം ഞാൻ അമ്മയെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇതാക്കി എടുക്കുവാണ്. കുടുകൂടാ കരയുമായിരുന്നു. എന്നിട്ട് എനിക്ക് അവ്യക്തമായിട്ട് ഞാൻ കേട്ടു, ഇനി ഇങ്ങനെ ചെയ്യല്ലേ, ഇതാണ് അവർ പറഞ്ഞെന്ന് തോന്നുന്നു. അത് അത്രയും വ്യക്തമല്ലായിരുന്നു. ചില അവർ ഇങ്ങനെ വിതുമ്പിയാണ് പറഞ്ഞത്. അപ്പം അതൊക്കെ ഒരു എന്താണ് നമ്മുടെ ക്യാരക്ടറിന് അത്രയും ആൾക്കാർ ഒരു മെസ്സേജോ കോളോ എന്തോ വന്നിരുന്നു, സൂസൈഡ് ചെയ്യാൻ പോകുന്ന. ഇത് മാറ്റി. അതായത് ഞാനതൊരു ഇന്റർവ്യൂവിൽ പറയുകയും ചെയ്തായിരുന്നു. ഒരു സ്ഥലത്തുനിന്ന് എനിക്കൊരു വലിയ ആ സമയത്ത് നമ്മൾ 3 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു മെസ്സേജ് വന്നായിരുന്നു. അപ്പൊ അദ്ദേഹം പറയണെന്ന് വെച്ചാൽ മാളികപ്പുറം കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് സിനിമ കൊണ്ടിട്ട്. എന്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവം തന്നെയാണ് അജയന്റെ ക്യാരക്ടറിന് നടന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ അജയനെ പോലെ തന്നെ ഒരു കടുങ്കൈ ചെയ്യാൻ വേണ്ടി വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ മനസ്സ് മാറി. ഞാൻ ഇനി ഒരിക്കലും അത് ചെയ്യില്ല. പിന്നെ ഇതിനൊക്കെ വേറൊരു കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഇറങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു കോൾ വരുന്നത്. ഞാൻ പല ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ത്രീയാണ് വിളിക്കുന്നത്. അപ്പോൾ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അഭിലാഷല്ലേ? ഞാൻ പറഞ്ഞു അതെ.
പേര് പറഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങളുടെ കഥ എങ്ങനെയാണ് അഭിലാഷിനെ അറിയാവുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് പേടിച്ചു, ദൈവമേ കോപ്പിറൈറ്റ് ആണോ, അടുത്ത പ്രശ്നമാണോ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇല്ല, നിങ്ങളുടെ കഥ എനിക്കറിയില്ല, അല്ല ഞങ്ങളുടെ ലൈഫിൽ നടന്ന റിയൽ സംഭവം ഇത്. അതായത് അവരുടെ ഹസ്ബൻഡ് ഇതേപോലെ തന്നെ പെൺകുട്ടിയാണ്, ശബരിമലയിൽ കൊണ്ടുപോകാൻ മാലയൊക്കെ ഇട്ട് നിൽക്കുന്ന സമയത്ത് ഫിനാൻസുകാർ വഴിയിലിട്ട് തല്ലുകയും പുള്ളി സൂയിസൈഡ് ചെയ്യുകയും ചെയ്തു. ഞാൻ ആ കുട്ടീനെയും അവരെ പേരൻസിനെയും അമ്മേനെയും ഒക്കെ കാണാൻ വേണ്ടി അവിടെ വീട്ടിൽ പോകുകയുണ്ടായി. ഏറ്റവും വലിയതെന്ന് വെച്ചാൽ എൻ്റെ മകളുടെ പേരാണ് ആ കുട്ടിക്ക്, വൈഗ. ഏകദേശം കാണാൻ നമ്മുടെ കല്ലൂരിനെ പോലെ തന്നെ ഇരിക്കും. പക്ഷെ അന്ന് തൊട്ട് ആ ഫാമിലിയോട് ഞാനൊരു ആ കുട്ടി എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചത്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് എൻ്റെ അരങ്ങേറ്റമാണ്, അപ്പോൾ എന്നെ വിളിച്ചു അഭിലാഷങ്ങൾ വന്നിട്ട് എന്നെ അനുഗ്രഹിക്കണമെന്ന്. ഞാൻ ആ പരിപാടിക്ക് പോയി. എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഒറിജിനൽ മാളികപ്പുറത്തിന്റെ ഫാമിലി അവിടെ താമസിക്കുക എന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത്. കാരണം അജയനില്ല വീട്ടില്, പക്ഷെ അവര് ആ വീട്ടിലുണ്ടെന്നുള്ളത്. പിന്നെ ഈ ദേവനന്ദ എനിക്കൊന്ന് പുള്ളിയുടെ ഇപ്പൊ സ്ഥിരം മോളായേക്കും. ഇപ്പൊ ഇവിടെ തന്നെ ഗൂഗിൾ ചെയ്തു. ഇനി അടുത്തൊരു ചെറിയ സർപ്രൈസ് എന്ന് വെച്ചാൽ സുമതിയുള്ളതിലുണ്ട്. അതുകൊണ്ട് അതിലുണ്ട് അച്ഛനും മോളും ആയിരിക്കും. അപ്പൊ എന്തായാലും അഭിലാഷ് ഞങ്ങളുടെ ഫാമിലി പോലെ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഷാജിപ്പാപ്പന്റെ ഫാമിലിയിലുള്ള ഒരു മെമ്പർ തന്നെയാണ്. ഷാജിപ്പാപ്പ ഫാമിലി നമ്മുടെ ലോഞ്ചിന്റെ അന്ന്, അതാണ് ഏറ്റവും രസം. ലോഞ്ചിന്റെ അന്നാണ് ഇവിടെ ഷാജിപ്പാപ്പന്റെ കല്യാണം, റിസപ്ഷൻ. അപ്പൊ അവിടെ കല്യാണം ഇവിടെ പാലുകാച്ചെന്ന് പറയുന്നത് അപ്പൂസ് വിളിച്ചോണ്ടിരിക്കുക, ചേട്ടാ വരില്ലേ, ഞമ്മടെ വരാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞമ്മടെ എന്റെ പടത്തിന്റെ ലോഞ്ചായി ഇവിടെ നിന്ന്. അങ്ങനെ രാത്രി 10 മണിയായി നമ്മവിടെ കഴിഞ്ഞപ്പോൾ അവിടെ ഞാൻ ഓട്ടിപ്പിടി ഷാജിപ്പാപ്പനോട് ചെല്ലണം. അങ്ങനെയാണ് ഞാൻ ഷാജിപ്പാപ്പൻ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ അന്ന് മുതൽ എനിക്ക് തോന്നുന്നു അവരുമായിട്ട് ഈ ആ 2 പേരുമായിട്ടുള്ള ശേഷം പിന്നെ അപ്പൂസ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ നാളായിട്ട് ദിവ്യയുടെ എനിക്ക് നമ്മളിത് 4ാമത്തെ എന്റെ കൂടെ നമ്മള് ചെയ്യുന്നത് രമ്യ, സോറി അത് കട്ട് ചെയ്തേ. അല്ല ഇടയ്ക്ക് തന്നെ ഞാൻ അബദ്ധത്തിൽ വന്നിട്ടൊരു പരിപാടിയുണ്ട്. അതായത് വസ്ത്രധാരണത്തെ പറ്റി ഒരു ഡിബേറ്റ്. ചേട്ടാ എന്റെ ഇടത് സൈഡിലോട്ട് ന്യൂജനും വലത് സൈഡിലേക്ക് കുറച്ച് പ്രായമുള്ള ആളുകൾ നടുക്ക് ഞാൻ ഇരുന്നു പോയി കേട്ടോ. എന്നിട്ട് എനിക്ക് ഇതിന്റെ കൂടെ നിൽക്കാൻ വയ്യ. ഞാനിങ്ങനെ അതെ കറക്റ്റ് രണ്ടുപേരെ ആവശ്യമുണ്ട് അങ്ങനെ തോന്നുന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾ എപ്പോ വിളിച്ചാലും വെളിപ്പുറത്തുള്ള ഒരാളാണ് അഭിലാഷ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നും നിങ്ങളുടെയും നിങ്ങൾ ഒരുമിച്ചുള്ള കുറെ നല്ല മെമ്മറീസും കുറെ നല്ല കാര്യങ്ങൾ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പറ്റി. ഞങ്ങളുടെ വിളിക്ക് ഓടി ഇവിടെ എത്തി. താങ്ക് യു സോ മച്ച്. ഇനിയും ഞങ്ങൾ ഇതുപോലെ അറിയുന്നത്. അപ്പൊ ഇതേപോലത്തെ നീണ്ട വിളികൾ ഇനിയും പ്രതീക്ഷിക്കാം. താങ്ക് യു സോ മച്ച്.